ദാ ആ കേട്ടത് പടക്കമല്ല കേട്ടോ, നമ്മുടെ ക്ഷേത്രത്തിലെ നേർച്ച വഴിപാടാണ്, വെടി വഴിപാട്. അങ്ങനെ പുതിയൊരു വർഷം കൂടെ. ഇന്ന് ചിങ്ങ വന്ന് രാവിലെ തന്നെ അമ്മയുടെ ഒരു വിളി. അമ്മു, രാവിലെ പോയി നേരത്തെ പ്രാർത്ഥിച്ചാലേ മുടിപ്പരമ പറയുന്നത് കേൾക്കുള്ളൂ. അങ്ങനെ ഞാൻ വിളി ഇറങ്ങി നോക്കി. അങ്ങനെ പരാതി പറയാൻ എത്ര പേരുണ്ടെന്ന്. വെളുപ്പിന് 5:30 തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അമ്മ എനിക്ക് കൈനീട്ടൊക്കെ തന്ന് സുന്ദരി കുട്ടിയായിട്ട് കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു, മുടിപ്പരയിലോട്ട് പോവാം. ഞാനിങ്ങനെ ഇതൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയം വന്നു. അപ്പോഴേക്കും തന്നെ അമ്മ എത്തി. അമ്മയ്ക്ക് മുടിപ്പരമ്മ കൈനീട്ടൊക്കെ കൊടുത്തുന്ന സന്തോഷത്തിൽ വരുമായിരുന്നു. അയ്യോ, അപ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ ഞാൻ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കുളിച്ച് സുന്ദരിയായിട്ട് അവിടെ നിന്ന് ഒരു തുളസി തണ്ടൊക്കെ പറിച്ച് തലയിൽ വെച്ച് മുടിപ്പരയിലോട്ട് യാത്രയായി. ഇതാണ് നമ്മുടെ മുടിപ്പര, കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ചെന്ന് കയറിയില്ല, അതിന് മുന്നേ തന്നെ ഭക്ഷണത്തിനെ പറ്റി ഓർമ്മിപ്പിച്ച്. എനിക്ക് വിശക്കണം. എന്നാലും മുടിപ്പരമ്മയെ കണ്ടിട്ട് കൈനീട്ടൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ മുടിപ്പരമ്മയൊക്കെ കണ്ടു. എനിക്ക് കൈനീട്ടൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടോ, എനിക്ക് കൈനീട്ടൊക്കെ കിട്ടി. ഇതാണ് നമ്മുടെ മുടിപ്പര. ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കാണിച്ചത്. ഇനി ഫുഡ് മുഖ്യം. കുറച്ച് നേരത്തെ അനൗൺസ് ചെയ്തില്ലേ, SN ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മുടെ ഇഡലി, സാമ്പാർ, ടൊമാറ്റോ ചട്നി, പിന്നെ രസവടയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ഇതേണ്ട ഒരു സുന്ദരി, ഒന്നല്ല 2 സുന്ദരി. ഇതാണ് എൻ്റെ അമ്മയുടെ 2ാമത്തെ ചേച്ചി. കൂടെ ഉള്ളത് എൻ്റെ നാത്തൂന. അങ്ങനെ ഗുരുദേവനൊക്കെ കണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. കണ്ട അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചപ്പോഴാണ് ഇതുകൊണ്ട് വലിയച്ഛൻ്റെ വണ്ടി. അമ്മ, വല്യമ്മ എല്ലാവരും ഉണ്ടല്ലോ. വലിയച്ഛൻ അതിൻ്റെ അകത്തുണ്ട്, ഭയങ്കര ബിസി. അങ്ങനെ അമ്മയും കൊച്ചീച്ചി അമ്മയും അതിൻ്റെ വല്യമ്മനെ കൊച്ചീച്ചമ്മ എന്ന് വിളിക്കുക. പിന്നെ നാത്തൂനും കൂടെ പഴഞ്ചേർ അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളിൽ പോവുക. അവർക്കിന്ന് ടെമ്പിൾ ഉണ്ട്. അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ഇനി ഞാൻ വേണം ഫുഡ് ഉണ്ടാക്കാൻ. അയ്യോ, അമ്മമ്മ എന്നെ കണ്ട് ഫോൺ കണ്ടോണ്ട് ഓടി. ഇനി കുറച്ച് പ്രഹസനമാകാം. എങ്ങനെയുണ്ട് ദോ എൻ്റെ സഹോദരൻ പോയവൻ തിരിച്ചു വന്നതിൻ്റെ ഫോണിൽ 2 കുത്തൊക്കെ കൊടുത്തിട്ട് ഇതാ പോകുന്നു. ഓക്കെ ഗായ്സ്, ഇനി എനിക്ക് ഫുഡ് ഉണ്ടാക്കി കുറച്ച് നേരം വൈറലാക്കാനുണ്ട്. ഓക്കെ, ഫുഡിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരുന്നതാണ്. ഓക്കെ, ബൈ.